ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഇൻവിസിബിൾ സിപ്പ് കുർത്തിയിൽ എങ്ങനെ തയ്ക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളുടെ നെക്കിൻ്റെ പാർട്ടിൽ നിന്ന് നമുക്ക് എത്രയാണോ സിബിൻ്റെ നീളം വേണ്ടത് അത് താഴേക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം ഇൻവിസിബിൾ സിപ്പ് നേരെ വെച്ചതിന് ശേഷം രണ്ട് പാളയും ഓപ്പോസിറ്റായിട്ട് വെക്കുക. ഇതുപോലെ ഓരോ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ വെക്കുക. നമ്മൾ ഇൻവിസിബിൾ സിബ് തയ്ക്കുന്നത് ഈ ഒരു പാർട്ട് വെച്ചിട്ടാണ്. അതിന് സിംഗിൾ സൈഡേ ഉള്ളൂ. അതാകുമ്പോൾ നമ്മൾ സിബിൻ്റെ അറ്റം വഴി തയ്ക്കാൻ പറ്റും. മറ്റേതാകുമ്പോഴേക്കും നമുക്ക് അറ്റം വഴി തയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ സിബിൻ്റെ പാർട്ടൊക്കെ ഇങ്ങനെ വെളിയിൽ കാണുന്ന പോലെയാണ്. ഇത് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ സിബ് കാണാത്ത രീതിയിൽ അറ്റം വഴി തയ്ക്കാൻ പറ്റും. സിബിൻ്റെ ഈ അറ്റം വഴിയാണ് തയ്ക്കേണ്ടത്. അവിടെ നമുക്കൊരു സ്റ്റിച്ച് കാണാൻ പറ്റും. ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെയാണ് തയ്ക്കേണ്ടത്. സിബിൻ്റെ അകത്തിലോട്ട് തയ്ക്കില്ല, അപ്പോൾ നമുക്ക് സിബ് അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അറ്റം വഴി തയ്ക്കുകയാണ്. മുഴുവനും തയ്ച്ച് വിടല്ല, പകുതി വിട്ട് വേണം തയ്ച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ അറ്റം വഴി തയ്ക്കുക. എന്നിട്ട് ആ സിപ്പ് ഉള്ളിലേക്കാക്കണം. കണ്ടില്ലേ, ഒരു സ്പേസ് പോലും കാണാത്ത ഈ സിപ്പ് നന്നായിട്ട് വന്നിരിക്കുന്നത്. ഇനി അറ്റത്ത് നമുക്കൊരു ഇങ്ങനെ സ്പേസ് വിട്ട് കിടക്കുന്നതാണ്. അത് നമ്മൾക്ക് തിരിച്ചിട്ടിട്ട് ആ സ്റ്റിച്ച് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് അവിടെ ചേർത്ത് താഴോട്ടൊന്ന് തയ്ച്ച് വിട്ടാൽ മതി. ഫൈനലി നമ്മളുടെ സിബ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് കുർത്തിയിൽ. കണ്ടോ, സിബിൻ്റെ ഒരു പാർട്ട് പോലും കാണാൻ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അറ്റം നമ്മൾ തയ്ച്ച് വിട്ടു. താങ്ക് യു.